ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് ഓൺ ഡാറ്റ് റീഡിങ് ബൈ അമ്മു. സോ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ഓണൊക്കെ അടിച്ചു വിളിച്ചു. ഞാൻ വിചാരിക്കട്ടെ, ഒരുപാട് നാളായി റീഡിംഗ് ഒക്കെ ഇട്ടിട്ട്, അതായത് കുറേ ബിസി ആയിപ്പോയി. പ്രതീക്ഷിക്കാതെ ഓരോരോ ബിസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗ് വന്നത്. അതിൽ എല്ലാവരുടെയും ആദ്യം തന്നെ സോറി അറിയാണ്. കാരണം എൻ്റെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർ അറിയായിരിക്കും. കാരണം ഡെയിലി 1-2 വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്രയ്ക്കും അതിനുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ലാഗ് ആവുന്നതിന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് പാലിക്കപ്പെടാൻ പറ്റാറില്ല. പക്ഷേ ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്, കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സൺ കാർഡ്, ദ കിങ് ഓഫ് സോൾസ്, ദ 10 ഓഫ് കപ്സ്. വി വാണ്ട് എക്സ്പ്ലനേഷൻ. ദ 7 ഓഫ് സോൾസ്, ദ 10 ഓഫ് പെൻഡക്കിൾ, ദ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ് കിട്ടിയത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്ത് വരണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ആ വ്യക്തി പോലും അറിയാതെ അത് പാലിക്കപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥകളാണ് കാണിക്കുന്നത്. അതുകൊണ്ടെല്ലാം ഇതെന്താണ്, ഒരു ലാഗിങ് മെൻറ്റാലിറ്റിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളെ ബ്ലോക്കാക്കി പോയവരാണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് മാറ്റിയിട്ട് നോക്കാൻ ഇപ്പം ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള സ്റ്റോക്കിംഗ് ടെൻഡൻസിയാണ്. ആ ഒരു വ്യക്തി ഇല്ലാതെയും നിങ്ങൾ ഓക്കെ ആണോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ആറ്റിറ്റ്യൂഡ് കീപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ താവാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ത് വന്നാലും ഞാൻ എൻ്റെ ഈഗോ പിടിച്ച് നിൽക്കുന്നു വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് എനർജി, ഹൈ റേഞ്ച് ഓഫ് എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എത്ര തന്നെ മുന്നോട്ട് പോകുമ്പോഴും ആ എന്ത് തന്നെ തെറ്റുകൾ ആ ഒരു വ്യക്തിയായിട്ട് എടുത്താൽ പോലും ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഇതൊന്നും എൻ്റെ ഫോൾട്ടൊന്നും അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരട്ടെ. കാരണം എപ്പോഴും ഈ ഒരു വ്യക്തി സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളുടെ മുന്നിൽ അടിയറവ് വയ്ക്കണം, അല്ലെങ്കിൽ വെക്കേണ്ടതുണ്ടോ എന്ന് ഈ ഒരു വ്യക്തി സ്വയമായി ചോദിക്കുന്ന ഒരു രീതിയിലുള്ള എനർജിയിലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ഒരു ഫാമിലി ആണെങ്കിൽ ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ അപ്രോച്ച് കൊണ്ട് ഒരു ബാക്ക്വേർഡ് അടിക്കുന്ന ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. എല്ലാവർക്കും തേർഡ് പാർട്ടി ആസ് എ ഫാമിലി എന്നുള്ള രീതിയിലല്ല, ബട്ട് എന്താണ്, ആ ഒരു ഫാമിലി സപ്പോർട്ട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും വളരെ കുറച്ച് പേര് ഈ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് പേരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളെ മാറ്റി അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഞാൻ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേറൊരു എനർജിയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു പേഴ്സണുമായിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ളവർ വന്നിട്ടുണ്ടാകും. അപ്പോഴൊന്നും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാച്ചിങ് ഒന്നും ചിലപ്പം ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ടായെന്ന് വരുന്നില്ല. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോയാലും ഒന്നുമില്ല, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് പ്രിറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തി ഒരു 101% സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ ഒന്നുമില്ല. പക്ഷെ അതൊരു അഭിനയ കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എവിടെ പോയി കറങ്ങി തിരിച്ച് വന്നാലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു അഹങ്കാരം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പലരെയും സംബന്ധിച്ച് നോ കോണ്ടാക്ട് റൂളിലേക്ക് പോയപ്പോൾ ആ ഒരു അഹങ്കാരം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള അറിയാനുള്ള, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അന്നേരമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു വേറെ പേഴ്സൻ്റെ ഒരു എൻട്രി ഉണ്ടായോ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും ഡിസ്റ്റൻറ്റ് നിങ്ങളായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ തകർന്ന രീതിയിലുള്ള ഒരു എനർജി, അതായത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച് കടന്നു കളഞ്ഞ ഒരു എനർജിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അതൊന്നും കാര്യമൊന്നും ആക്കാതെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു റിഗ്രറ്റിങ് എനർജി കൂടുതലായിട്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ
വേണമായിരുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ചു വന്നാൽ കൊള്ളാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അത് പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിൽക്കുകയാണെങ്കിലും മൈൻഡ് അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞ പാടും നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് ഉള്ളവർ നോ കോൺടാക്റ്റ് റൂൾ ബ്രേക്കപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം എന്നൊന്നല്ല. ഇത്രയും നിങ്ങൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു അർത്ഥം ഉണ്ടാവും അല്ലേ. അപ്പം നോ കോണ്ടാക്റ്റ് കണ്ടിന്യൂ ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ഇറ്റ് വിൽ ബി കം ബാക്ക് എന്നുള്ളത് നിങ്ങൾക്കായിട്ട് അത് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ പോലും അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളതാണ് വേറൊരു കാര്യം. നമുക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്ന ഒരു ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് 9 ഓഫ് വൺസ് ആണ്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു ചെറിയ രീതിയിലുള്ളൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സംബന്ധിച്ചല്ല, എന്നാൽ കുറേ പേരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടി. ഇപ്പം അതിലും ആ ഒരു വ്യക്തി അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ ചിലപ്പം വാക്തർക്കങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടിയോട് തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു വാക്തർക്കം ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ഒരു ടൈമാണ് നിങ്ങളുടെ വില, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ ആ തെറ്റുകളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അതും ഇല്ല ഇതും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയായി എന്നുള്ള രീതിയിലൊരു പ്ലേ ബോയ് പ്ലേ ഗേൾ കൈൻഡ് ഓഫ് എനർജിയിലേക്കും പോകുന്നുണ്ട് കുറച്ച് പേരെ സംബന്ധിച്ച്. എല്ലാവരെയും സംബന്ധിച്ചുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ അടുക്ക വരാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ തന്നെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ 2 വഞ്ചിയിൽ കാലുകുത്തിയ വ്യക്തികളായിരിക്കാം. അതും വേണം, അതും ഹോൾഡപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇതും ഹോൾഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രണ്ടും അങ്ങ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എനർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഇനി ഇതിലൊരു എഫേർട്ട് ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം എടുത്ത് ചാടി ഒരു എഫേർട്ട് ഞാനായിട്ട് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് അത് പറ്റാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം ആ ഒരു വ്യക്തിയുടെ മൈൻഡ് പറയുന്നത് ചാറ്റ് ചെയ്തോലോ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എന്തിനാ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവരെന്നെ മറന്നിട്ടുണ്ടാവും, അവരുടെ ലൈഫിലേക്ക് വേറൊരാൾ കടന്നു, അങ്ങനെ ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെയാണ് വരുന്നത്. അതിപ്പോൾ സിറ്റുവേഷൻ വൈസ് ഇവിടെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ്, ഒരു പോസസീവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജലസി കൈൻഡ് ഓഫ് എനർജി. അതുകൊണ്ട് പറയാണ് ഇപ്പോൾ എല്ലാത്തൊന്നും കുറച്ച് മാറി നിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ് ആ ഒരു വ്യക്തി. കാരണം എന്തിലോട്ട് ഈ ഒരു വ്യക്തി കാലെടുത്ത് വെക്കുന്നു അവിടെ നിന്നൊക്കെ ഒരു നമ്മൾ പറയാറില്ലേ കർമ്മ ഈസ് എ ബൂമറാങ്, ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ചെയ്തതിനൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളത്. അതിപ്പം എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നുമില്ല കേട്ടോ. കാരണം സിറ്റുവേഷൻ വൈസ് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കല്ല പറയും. പക്ഷേ അപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രറ്റിംഗ് കൈൻഡ് ഓഫ് എനർജി ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കും. ബട്ട് കാലമായിട്ട് പിരിച്ചവരെ കാലമായി ഒന്നിപ്പിക്കട്ടെ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പലരെയും സംബന്ധിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതും പിന്നെ ആയിരിക്കാം നിങ്ങൾക്കൊരു ഗ്ലോ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വളരെയധികം എക്സ്പെക്റ്റേഷൻ കൊണ്ട് നിറഞ്ഞ ഒരു ലൈഫായിരിക്കാം, ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ ജെന്യൂനായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ കീപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കായിട്ട് തന്നെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ്. പലർക്കും ജോലി കിട്ടിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ്സ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അസ്വസ്ഥനാക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫിൽ ഗ്ലോ ചെയ്യുകയാണ്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് പലർക്കും അതിനുശേഷം ജോലി കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ പൊസിഷൻ കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ജലസി, ഇങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് ഫുൾ കൈൻഡ് ഓഫ് ഒരു കാൽക്കുലേഷനാണ്. ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻ. ഇനിയിപ്പോൾ അവരുടെ ലൈഫിൽ വേറൊരാൾ കടന്നു വന്നിട്ടുണ്ടാവുമോ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് എന്നെ മറക്കാൻ പറ്റുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഇവിടെ തോന്നിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയത് ദ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ
പലരെയും എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്ന ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് പോകുന്നത്. കാരണം പലരെയും സംബന്ധിച്ച് പാസ്റ്റിൽ നിങ്ങളൊരാളെ വിശ്വസിച്ചു, അതിൻ്റെ പേരിൽ നിങ്ങൾക്കല്ല നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത്, ആ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് തരാത്ത ഒരു പരിഗണയും തരാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ചിന്ത പോകുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു റീബർത്ത് എനർജി, അതായത് ഫിനിക്സ് ബേർഡിൻ്റെ കൈൻഡ് ഓഫ് എനർജിയാണ് പറയുന്നത് ഡെത്ത് റീബർത്ത് എന്ന് പറയുന്നത്. അതായത് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഓർമ്മകളിൽ മാത്രം സ്റ്റക്ക്ഡ് ചെയ്ത് നിൽക്കാനൊന്നും നിങ്ങൾക്കിനി വയ്യ എന്നുള്ള രീതിയിൽ മൂൺ കാർഡ് പോലെ, അല്ലെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ. 5 of Cups 4 of Cups, ഒരുപാട് ഓർമ്മകൾ പലരെയും സംബന്ധിച്ച് ഇപ്പോഴും എത്രത്തോളം മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴും പല പോയിന്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ പക്ഷെ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾക്ക് ഡിസേർവ്ഡ് ചെയ്ത എന്തും നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. അതിപ്പോൾ കാലം നിങ്ങളുടെ മുന്നിൽ എത്ര വൈകിട്ടാണെങ്കിലും പലതും നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കും. പക്ഷെ അവിടെയും ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കാണുള്ളത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള അതിപ്പോൾ എന്തായാലും എല്ലായിടയ്ക്കും ഉണ്ടാവുമല്ലോ. കാരണം എത്രത്തോളം മൂവ് ഓൺ ആണ്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരും ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര പ്രിറ്റൻഡ് ചെയ്താലും ആ ഒരു പേഴ്സൻറ്റേജ് ആൾക്കാരെ നിങ്ങൾക്ക് സ്വയം അറിയാമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെയുള്ളവർ അങ്ങോട്ട് ഒരു സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ള രീതിയിൽ ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നതാവാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ സംബന്ധിച്ച് എനിക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യുകയാണ്. കാരണം പണ്ടത്തെ പോലെ ആകരുത് എന്നുള്ള രീതിയിലൊരു സ്വയം നല്ല രീതിയിലൊരു ബോധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് എനർജി, നിങ്ങളുടെ എൻജോയ്മെൻറ്റ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ആ ഒരു രീതിയിലൊക്കെ മൂവ് ഓൺ ചെയ്യുവാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരുപാട് എനർജി ഈ ഒരു റീഡിങ്ങിൽ തന്നെ നല്ല രീതിയിൽ വൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് യുവർ ഹൊറിസോൺ എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. ദ എർത്ത് കണക്ഷൻ. ദ മാജിക് മാനിഫെസ്റ്റിംഗ് മഹാവതാർ ബാബാജി എന്നുള്ളൊരു കാർഡാണ്. ദെൻ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ജോൺ ഓഫ് ARC എന്ന് പറഞ്ഞ വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ ഒരു കാർഡാണ്. ഫോക്കസ് ഓൺ യുവർ പേർപ്പസ്, റിലീസ് ദ ഫിയർ ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് സ്പീക്ക് യുവർ ട്രൂത്ത്. അതായത് സത്യം മാത്രമേ എപ്പോഴും ജയിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിലും പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും സത്യം മാത്രമേ പുറത്തു വരുള്ളൂ എന്നുള്ളതാണ്. എത്ര തന്നെ കറങ്ങി തിരിച്ചാണെങ്കിലും ആ ഒരു സത്യത്തിന് വേണ്ടി എത്ര വൈകിട്ടാണെങ്കിൽ പോലും ആ ഒരു സത്യം ഒരു നാൾ പുറത്തു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാസ്വിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പാൻഡ് യുവർ ഹൊറിസോൺ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി നിൽക്കാതെ ഇതിൻ്റെ അപ്പുറവും ഒരു ലോകം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലൊരു സംശയം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതിനുശേഷം കിട്ടിയത് പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ് എന്നുള്ളൊരു കാർഡാണ്. യു ആർ ചെറിഷ്ഡ് ബൈ ദി ഏഞ്ചൽസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചൽസിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും ഏഞ്ചൽസ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അതിനുള്ള ഏഞ്ചൽ ബ്ലെസ്സിങ്സ് തരണമെന്നൊന്നുമില്ല. പലപ്പോഴും അത് പല രീതിയിലായിരിക്കാം. മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഏഞ്ചൽ നമ്പേഴ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ
ഫെതേഴ്സിലൂടെ ആയിരിക്കാം. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കാം വരുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കിട്ടുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ തരുന്നത് എന്നുള്ളതാണ്. ബിഗിൻ നൗ എന്നുള്ളൊരു കാർഡാണ്. ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് തന്നെ മുന്നോട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നടക്കുമോ നടക്കില്ലയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നിങ്ങളുടെ ടൈമിങ്ങിന് ഇപ്പോൾ മോശമായിട്ടുള്ള രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക, യൂണിവേഴ്സലിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവൈൻ എനർജിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അന്ധമായി വിശ്വസിക്കണം അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല. പക്ഷെ നിങ്ങളിൽ തന്നെ എപ്പോഴാണോ നമുക്ക് എന്തായാലും എല്ലാ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ്. എന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതൊരു സക്സസ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ ഇതാണ് ഞങ്ങളുടെ റീഡിങ്. ഞങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.